നാളെ ഓണം ആഘോഷിക്കാനുള്ള എല്ലാ അവസാനവട്ട ഒരുക്കത്തിലാണ്. വാങ്ങേണ്ട സാധനങ്ങളൊക്കെ അവസാന വട്ടം വാങ്ങി തീർക്കാനുള്ള ഒരു തയ്യാറെടുപ്പ്, അതിനുള്ള ഓട്ടത്തിലാണ്. അക്ഷരാർത്ഥത്തിൽ ഉത്രാട പാച്ചിൽ തന്നെയാണ്. വലിയ തിരക്കിട്ട് ഓടുകയാണ് എല്ലാവരും. ഒരുപാട് പേരുണ്ട്, നാട്ടുകാരുണ്ട്, ഇവിടെ വന്ന മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്നവരുണ്ട്, അന്യ സംസ്ഥാനക്കാരുണ്ട്. ഇവരെല്ലാം തങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനായൊക്കെ ഇവിടെ ബ്രോഡ്വേയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബ്രോഡ്വേയിലാണുള്ളത്. ബ്രോഡ്വേ മാർക്കറ്റിൽ എല്ലാ തിരക്കും ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നൊരു സ്ഥലമാണ്. ആ തിരക്കിലാണ്, അതിൻ്റെ തിരക്കിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധനങ്ങൾ വാങ്ങാനുള്ള ഒരുക്കത്തിലാണ്. കാസേ हेलो हाँ മലയാളം हिंदी 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 कौन सा गाँव कौन सा? दिल्ली दिल्ली यस दिल्ली से हाँ इधर कोची में काम करता है ना? कोची एर्नाकुलम कचेरी पड़ी नाम क्या? शान खान क्या काम करता है? ब्यूटी पार्लर वर्क ओणम ये हाँ ब्यूटी पार्लर लेडीज एंड जेंट्स ब्यूटी पार्लर वर्किंग ഓണം कैसा ഓണം ഓണം കേരള ഓണം നല്ല നല്ല ഓണം നല്ല ഓണം. ആ നേരത്തെ ഓണം ഉണ്ടോ? ആ ഇവള് 5 years ഉണ്ട് ആ ഹാപ്പിയാണ്, പൊളിയാണ് ഓണം. ഫുൾ അടിപൊളി ഹാപ്പി പുതിയ ഡ്രസ്സ് വാങ്ങിയോ? ആ പുതിയ ഡ്രസ് ഉണ്ട് ബട്ട് ഇഷ് കഴിച്ച് ഓണം സെലിബ്രേഷൻ കഴിച്ച് ഇപ്പം ഷോപ്പിംഗ് ഓക്കെ. പേരെന്താ? सुनील हरिद्वार ഓണം നേരത്തെ ഓണം വന്നിട്ടുണ്ടോ കൊച്ചിയിൽ? फर्स्ट ओनम सेलिब्रेशन वेरी नाइस ഡ്രസ്സ് കരുതിനാ? പുതിയ ഡ്രസ്സ് വാങ്ങിയോ? ഷർട്ട് വാങ്ങിയോ? हरिद्वार उत्तराखंड ഹരിദ്വാർ ഉത്തരാഖണ്ഡിലുള്ളവരാണ്. മറ്റൊരാൾ ഡൽഹിയിലുള്ള ആളാണ്. ഇവർ രണ്ടുപേരും വർഷങ്ങളായി കൊച്ചിക്കാരാണ്. അവരും ഈ പറഞ്ഞ പോലെ ഓണത്തിൻ്റെ വൈബ്, കൊച്ചിയുടെ വൈബ് കണ്ടറിഞ്ഞവരാണ്. അതുകൊണ്ട് തന്നെ ഡ്രസ്സുകൾ വാങ്ങാനായി ഇറങ്ങിയതാണ്. അതായത് ഓണത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. വലിയ സ്റ്റോക്ക്, ഒരുപാട് വസ്ത്രങ്ങളൊക്കെ കടക്കാർ ഓണത്തിൻ്റെ പുതിയ ട്രെൻഡിലുള്ള വസ്ത്രങ്ങളൊക്കെ വരുത്തി വെച്ചിട്ടുള്ളൊരു സമയമാണ്. കടകൾക്ക് പുറത്തേക്ക് തന്നെ ചെറിയ തട്ടുകളൊക്കെ നിരത്തി ഈ വസ്ത്രങ്ങൾ വിൽക്കുന്ന തിരക്കിലാണ്. അതിൻ്റെ ഒരു തിരക്കിലാണ്. അതിന് നിരത്തി വാങ്ങുന്നു. ആ തിരക്കിലേക്ക് വന്ന് വസ്ത്രങ്ങളൊക്കെ വാങ്ങാനുള്ള ഒരു അവസാനവട്ട തിരക്കിലാണ് ജനങ്ങളും. അവരും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്യ സംസ്ഥാനക്കാർ കൊച്ചിയിൽ വന്ന് കൊച്ചിയിലെ ഓണത്തിൻ്റെ ഒരു വൈബ് കണ്ടറിഞ്ഞവർ അവരും നിരവധി പേരുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ആപാലവൃത്തം ജനങ്ങളുണ്ട്, ഫാമിലിയായിട്ട് വരുന്നവരുണ്ട്, കുട്ടികളുണ്ട്. കുട്ടികൾക്ക് വേണ്ട വസ്ത്രങ്ങളൊക്കെ വാങ്ങി അങ്ങനെ ഒട്ടനവധി പേർ വരുന്നു. വലിയ തിരക്ക്, അതായത് ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ഈ ഓണത്തിരക്ക്, ഉത്രാടപ്പാച്ചിലിൻ്റെ തിരക്കിൻ്റെ ഏറ്റവും പീക്കിൽ ഉള്ള ഒരു സമയത്തിലാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നായി വന്ന് കൊച്ചിയിലുള്ളവരും മറ്റ് ജില്ലകളിൽ നിന്നുള്ളവരും ഒക്കെ കൊച്ചിയിലേക്ക് വന്നവരുണ്ട്, ബന്ധുവീടുകളിലേക്ക് വന്നവരുണ്ട്. അങ്ങനെ അവർ സാധനങ്ങൾ വാങ്ങാനായി ഒട്ടുമിക്ക എല്ലാവരും എത്തുന്നത് ബ്രോഡ്വേയിലേക്ക് തന്നെയാണ്. ഈ ബ്രോഡ്വേയുടെ കാരണം ആഗ്രഹിക്കുന്ന എല്ലാ സാധനങ്ങളും, വസ്ത്രങ്ങളോ മറ്റ് സാധനങ്ങളോ വീട്ടു സാധനങ്ങളോ ഉൾപ്പെടെ എന്തും വാങ്ങാനും കിട്ടുന്നൊരു സ്ഥലമാണ് ഈ ബ്രോഡ്വേ മാർക്കറ്റ്. അതുകൊണ്ട് തന്നെയാണ് ബ്രോഡ്വേയിലേക്ക് എല്ലാവരും എത്തുന്നത്. ആ ബ്രോഡ്വേയിലേക്ക് ഉള്ള ഒരു തിരക്കാണ്, അതിൻ്റെ ഒരു വൈബ്, ഓണം വൈബ് അല്ലെങ്കിൽ ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്ന ആ ഉത്രാടപ്പാച്ചിൽ, ഓടി നടന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടാനുള്ളൊരു തിരക്ക്, ആ തിരക്കാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, തിയോഫിൻ പറഞ്ഞ പോലെ തന്നെ ഈ ബ്രോഡ്വേയിലെ തിരക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓണത്തിന് ഓണക്കോടിയൊക്കെ എടുക്കാൻ വന്നതാണ്. ആ കുട്ടിക്ക് എടുക്കാൻ വന്നത് എസ്സാ എടുക്കാൻ വന്നു. ഓക്കെ, കുഞ്ഞിന് ഡ്രസ്സ് എടുക്കാമെന്ന് വന്നതാണ് കുടുംബം. അങ്ങനെ ഒട്ടനവധി കുടുംബങ്ങൾ വൈകുന്നേരം ഈ വെയിലൊക്കെ കുറഞ്ഞതോടുകൂടി തന്നെ വലിയ തിരക്കായിട്ടുണ്ട്. രാവിലെ ചെറിയ മഴയുണ്ടായതുകൊണ്ട് ഒരുപാട് പേർക്ക് വരാൻ സാധിച്ചില്ല. പിന്നെ ഉച്ചയായപ്പോഴേക്കും നല്ല വെയിലിൻ്റെ ഒരു സമയമായി. വെയിൽ കുറഞ്ഞ ശേഷം ഈ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങാനായി എത്തുന്നവരാണ്. ആ തിരക്കാണ് നമ്മൾ കാണുന്നത്. വലിയ തിരക്ക്, വസ്ത്രങ്ങളുടെയൊക്കെ തിരക്ക്. ഇത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് കൂടുതൽ വസ്ത്ര വ്യാപാരശാലകളുള്ള ഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് വസ്ത്രങ്ങൾ വാങ്ങാനുള്ള തിരക്ക്. ഇപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ തിരക്ക് ഈ ഭാഗത്ത് തന്നെയാണ്. ഒട്ടനവധി പേരുണ്ട്, സ്ത്രീകൾ, കുട്ടികൾ, യുവാക്കളെല്ലാം വസ്ത്രങ്ങൾ വാങ്ങാനായിട്ട് ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. ഒരുപക്ഷെ ഏറ്റവും തിരക്കുള്ള ഒരു ഭാഗവും തിരക്കുള്ള ഒരു സമയത്തുമാണ് നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെ ഓണത്തിൻ്റെ പുതിയ ട്രെൻഡുകളിലുള്ള വസ്ത്രങ്ങളൊക്കെ കടക്കാർ ഇറക്കി വെച്ചിട്ടുണ്ട്. ആ വസ്ത്രങ്ങളൊക്കെ വിറ്റഴിക്കാനുള്ള ഒരു അവസാനമായിട്ട് ഒരുക്കത്തിലാണ്. ഇന്നത്തെ കഴിഞ്ഞാൽ ആ തിരക്ക് കുറയും. ആ തിരക്കിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിരവധി ഇതൊക്കെ ഷർട്ടുകളാണ്. ഷർട്ട് വാങ്ങാനായി മലയാളികളും മറ്റ് അന്യ സംസ്ഥാനക്കാരും എല്ലാവരും ഉണ്ട്. ഒട്ടനവധി പേരുണ്ട്. ഇതെല്ലാം ഈ തൊട്ടടുത്തുള്ള വസ്ത്ര വ്യാപാര സ്ഥാപനമാണ്. അവർ അവിടെ നിന്ന് പുറത്ത് ഏറ്റവും പുതിയ ട്രെൻഡുകൾ, ഓണത്തിനെത്തിയ പുതിയ വസ്ത്രങ്ങളുടെ സ്റ്റോക്ക് മുഴുവൻ അതിന് മുന്നിലായി ഒരു ചെറിയ ഒരു തട്ടൊരുക്കി അവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഇവിടുന്ന് തുടർന്ന് ഇതിൻ്റെ നാനാഭാഗങ്ങളിലേക്ക്, ഇതിപ്പോൾ ബ്രോഡ്വേയുടെ നടുക്കുള്ളൊരു ഭാഗമാണ്. ആ സെൻറ്ററിൽ നിന്ന് പല ഭാഗങ്ങളിലേക്കും ആളുകളിങ്ങനെ കടന്നുപോയി വസ്ത്രങ്ങളും മറ്റ് സാധനങ്ങളും അവശ്യ സാധനങ്ങളും ഒക്കെ വാങ്ങുന്നു. ഒപ്പം ഇവിടെ പച്ചക്കറി ഉൾപ്പെടെയുള്ള മാർക്കറ്റുണ്ട്. ആ മാർക്കറ്റിലെ പച്ചക്കറി മാർക്കറ്റിലേക്ക് ഒരു തിരക്ക് രാവിലെ പക്ഷേ ഉച്ചവരെയായിരുന്നു വലിയ തിരക്ക്. ഇപ്പോൾ അവിടെ തിരക്ക് കുറവാണ്. അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങൾ, ഒപ്പം
പൂക്കൾ വിൽക്കുന്ന സ്ഥലത്ത് പൂക്കളൊക്കെ വാങ്ങിക്കൊണ്ട് പോകാനുള്ള തിരക്കും ആളുകൾക്കിടയിലുണ്ട്. പൂക്കൾ പക്ഷേ പലരും പല ഭാഗങ്ങളിലാണ്. ഇവിടെ ഒരു പ്രത്യേക പൂ മാർക്കറ്റ് എന്ന് പറയാനുള്ളൊരു സൗകര്യം ഇവിടെ ഇല്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങാൻ ഇവിടെ എത്തുന്നത് വസ്ത്രങ്ങളും അതുപോലുള്ള മറ്റ് സാധനങ്ങളും വാങ്ങാനാണ്. അത് മറൈൻ ഡ്രൈവ് ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ബ്രോഡ്വേ ആണ്. ബ്രോഡ്വേയിലെ തിരക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസാന വട്ട ഓട്ടം ഇന്ന് തന്നെ ഉത്രാട ദിനത്തിൽ വൈകുന്നേരത്തിനുള്ളിൽ വീട്ടിലെത്തുമ്പോഴേക്കും ആവശ്യമുള്ള സാധനങ്ങളുമായി വീട്ടിൽ ഓടിയെത്താനുള്ള ഒരു തിരക്കിലാണ് ജനങ്ങളെല്ലാം.